ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരുടെ രാജയോഗം തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങൾ വെച്ചടി കയറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നവംബർ 30, അതായത് നാളെ ഞായറാഴ്ച മുതൽ ഡിസംബർ 6 ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ രാശി ഫലമാണ്. ആദിത്യൻ വൃശ്ചികം രാശിയിൽ അനിഴം തൃക്കേട്ട ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലാണ്. പൗർണമിയും ദീപോത്സവമായ തൃക്കാർത്തികയും ഈ ആഴ്ചയാണ് വരുന്നത്. ഡിസംബർ 5 വൈകുന്നേരം വ്യാഴം വക്രഗതിയിൽ മിഥുനത്തിൽ പ്രവേശിക്കും. ശനി ഡിസംബർ 2 മുതൽ മീനം രാശിയിൽ നേർഗതിയിൽ യാത്ര തുടരുന്നതാണ്. രാഹു ഡിസംബർ 1 കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിൽ നിന്നും ചതയം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു. കേതു അപ്പോൾ മുതൽ ചിങ്ങം രാശിയിൽ പൂരം 1-ാം പാദത്തിൽ സഞ്ചാരം ആരംഭിക്കുന്നതാണ്. കുജൻ അഥവാ ചൊവ്വ വൃശ്ചിക രാശിയിൽ കേട്ട നക്ഷത്രത്തിൽ തുടരുന്നു. ചൊവ്വ മൗഢ്യത്തിലാണ്. ബുധൻ 4-ാം രാശിയിൽ വിശാഖം നക്ഷത്രത്തിൽ തുടരുന്നു. ശുക്രൻ വൃശ്ചികം രാശിയിൽ അനിഴം നക്ഷത്രത്തിലാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ഈ ആഴ്ചത്തെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് പരുക്കുണ്ടാവാതെ തന്നെ കാര്യനിർവഹണം ഈ ആഴ്ച സാധ്യമാക്കും. സ്വതന്ത്രമായ പ്രവർത്തന ശൈലിയുമായി മുന്നോട്ട് പോകുവാൻ കഴിയുന്നതാണ്. നിങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ആലോചിച്ചുറപ്പിക്കുന്നതാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ശനി ചന്ദ്രയോഗം 12-ൽ വരികയാൽ മനക്ലേശത്തിന് സാധ്യതയുണ്ട്. അലച്ചിൽ, അധിക ചെലവ് ഇവ വന്നു ചേരാം. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ദേഹസുഖമുണ്ടാകും. കാര്യലാഭം പ്രതീക്ഷിക്കാം. നിർവഹണം കൃത്യമായി തന്നെ ചെയ്യുവാൻ കഴിയും. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ധനലാഭം പ്രതീക്ഷിക്കാം. ശനിയാഴ്ച മുതൽ സഹായഹസ്തങ്ങൾ വന്നു ചേരും. വളരെയധികം തൃപ്തി തോന്നുന്ന ഒരു വാരമാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ തൊഴിലിടത്തിലെ ഏകോപനം പിരിമുറുക്കത്തിന് കാരണമായേക്കും. പ്രധാന കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരുന്ന ആഴ്ചയാണ്. അധികാരികളുടെ അനിഷ്ടത്തിന് പാത്രമാകുവാൻ ഇടയുള്ളതിനാൽ എല്ലാവിധ കാര്യങ്ങളിലും ശ്രദ്ധ അനിവാര്യമാണ്. രോഗികൾക്ക് ആശ്വാസമുണ്ടാകും. എന്നാൽ തുടർ ചികിത്സകളിൽ അലംഭാവം കാണിക്കരുത്. പൊതുപ്രവർത്തനങ്ങളോട് വിരക്തി തോന്നുവാൻ ഇടയുണ്ട്. പ്രതീക്ഷിച്ച ധനാഗമത്തിൽ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്നതാണ്. വാരാന്ത്യ ദിവസങ്ങളിൽ അലച്ചിലുണ്ടാകും. ഭക്ഷണം കഴിക്കാൻ നേരം നീക്കിവെക്കുവാൻ കഴിയുന്ന വാരം കൂടിയാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സഫലയത്നങ്ങൾ വളരെയധികം മനസ്സന്തോഷം സമ്മാനിക്കും. പുതിയ കാര്യങ്ങളെക്കുറിച്ച് വർണ്ണ സ്വപ്നങ്ങൾ മെനയുവാൻ കഴിയുന്ന വാരമാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് വളരെയധികം പ്രതീക്ഷയ്ക്കുള്ള വകയുള്ള വാരം തന്നെ. കരാറുകളിൽ ഉറപ്പ് ലഭിക്കുന്നതാണ്. സാങ്കേതികമായ അറിവുകൾ വേണ്ടത്ര നേടുവാൻ കഴിയാത്തത് ഒരു പരിമിതിയായി അനുഭവപ്പെടുന്ന വാരമാണ്. നിങ്ങളുടെ നിലപാടുകൾ മയപ്പെടുത്താത്തത് ശത്രുക്കളെ സമ്മാനിക്കും. ദാമ്പത്യത്തിലെ ആലോചനകൾ മനക്ലേശമുണ്ടാക്കുന്നതാണ്. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങളെല്ലാം കുറഞ്ഞു കിട്ടുന്ന വാരമാണ്. ഞായർ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വളരെയധികം മേന്മ പ്രതീക്ഷിക്കാവുന്ന ആഴ്ചയാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം വാക്കിലും പ്രവൃത്തിയിലും നിറയും. കർമ്മരംഗത്ത് വളരെയധികം കുതിപ്പ് നേടുവാൻ കഴിയുന്നതാണ്. തടസ്സങ്ങളിൽ യാതൊരു രീതിയിലും തളരുന്ന വാരമല്ല. വേണ്ടപ്പെട്ട ആളുകളുടെയും അല്ലാത്തവരുടെയും പിന്തുണ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. സ്വാശ്രയ സ്ഥാപനം വിപുലീകരിക്കാനുള്ള ശ്രമങ്ങളിൽ മുഴുകുന്നതാണ്. സാമ്പത്തിക ഇടപാടുകളിൽ വിജയം നിങ്ങൾക്ക് ഉറപ്പാണ്. കലാരംഗത്തു നിന്നും വരുമാനം അധികരിക്കുന്ന വാരമാണ്. പ്രണയിക്കുന്നവർക്കിടയിൽ പിണക്കമുണ്ടാകുവാൻ ഇടയുണ്ട്. കടബാധകളിൽ കുറച്ചൊക്കെ വീട്ടുവാൻ സാധിക്കും. കുടുംബത്തിനൊപ്പം ദീർഘയാത്രകൾ ആസൂത്രണം ചെയ്യുന്ന വാരമാണ്.
അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ മർക്കട മുഷ്ടി കൊണ്ട് ലഘു നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് വളരെയധികം പശ്ചാത്തപിക്കേണ്ടി വരുന്ന വാരമാണ്. അവ്യക്തമാകും പല കാര്യങ്ങളും. അവ പരിഹരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുകയുമില്ല. കൂട്ടുകച്ചവടത്തിൽ വളരെയധികം ധനനേട്ടം പ്രതീക്ഷിക്കാം. ഭൂമി ഇടപാടുകളിൽ വളരെയധികം കരുതൽ ഈ ആഴ്ച വേണം. ഇതുവരെ ഉണ്ടായിരുന്ന ധനപരമായ പിരിമുറുക്കത്തിന് അയവ് വരുന്ന ആഴ്ചയാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയും. ആദർശം പ്രായോഗികമാക്കുന്നതിൽ വിജയിക്കുന്നതാണ്. എതിർപ്പുകളെ നിസാരമാക്കുകയില്ല. സുഹൃത്തുക്കൾ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകും. ബിസിനസ്സിൽ നിന്നും സാമ്പത്തികമായ ലാഭം പ്രതീക്ഷിക്കാം. വസ്തു കച്ചവടത്തിലെ തടസ്സങ്ങളെല്ലാം നിയമപരമായി മാറിക്കിട്ടുന്ന വാരമാണ്. ദമ്പതികൾക്കിടയിൽ ഒത്തിണക്കം അധികമാകും. കലാകാരന്മാർക്ക് വളരെയധികം അവസരങ്ങൾ വന്നുചേരും. കൃഷി കാര്യങ്ങളിൽ വീണ്ടും താല്പര്യം ജനിക്കുന്ന ആഴ്ചയാണ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അല്പം അലച്ചിലും ആലസ്യവും സംഭവിക്കാൻ ഇടയുണ്ട്. അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ തൊഴിൽ സംസ്കാരവുമായി എളുപ്പം പൊരുത്തപ്പെടുവാൻ കഴിയും. മൗലികമായ കഴിവുകൾ ആദരിക്കപ്പെടുന്നതാണ്. വിപണിയുടെ സാധ്യതകൾ ആരായുന്നതിന് മുതിരുന്നതാണ്. സാങ്കേതികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ ആഴ്ച അറിവ് നേടുവാൻ കഴിയും. വ്യാഴം ജന്മനക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുകയാൽ ആത്മീയമായ സാധനകൾ തടസ്സപ്പെടുവാൻ ഇടയുണ്ട്. സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കുറയുന്നതാണ്. വാരാദ്യ ദിവസങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരവും ഈ ആഴ്ച വന്നുചേരും. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനിക്ക് വക്രഗതിയിൽ നീങ്ങുന്നത് തൊഴിൽപരമായ ഉന്മേഷത്തിന് കാരണമാകും. നിങ്ങൾ ആഗ്രഹിച്ച ആശയങ്ങളെല്ലാം തന്നെ സഹപ്രവർത്തകരുടെ പിന്തുണയോടെ പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നതാണ്. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അംഗീകാരം കൈവരും. കുടുംബപരമായി സമ്മിശ്രമായ ഫലങ്ങളാണ് ഈ ആഴ്ച വന്നു ചേരുക. മകൻ്റെ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് ഗുണകരമാകും. ധനപരമായി വളരെയധികം നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് ഈ ആഴ്ച കുതിക്കുവാൻ കഴിയും. മംഗളകർമ്മങ്ങൾ, ദൈവകാര്യങ്ങൾ ഇവയ്ക്കായി അല്പം ധനച്ചെലവുണ്ടാകുന്ന വാരം കൂടിയാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. സാധാരണ കർമ്മങ്ങൾക്ക് ഈ ആഴ്ച ഒരു രീതിയിലുമുള്ള മാറ്റങ്ങൾ സംഭവിക്കില്ല. നയപരമായ തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുന്നതാണ്. സംഘടനകളിൽ നിങ്ങൾക്ക് സ്ഥാനലാഭത്തിനുള്ള ഭാഗ്യമുണ്ട്. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുന്നതാണ്. ഭൂമിയിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു ധനനേട്ടം ഉണ്ടാകണമെന്നില്ല. യാത്രകളെല്ലാം തന്നെ സുഗമമാകും. തൊഴിലിടത്തിൽ സൗഹൃദ അന്തരീക്ഷം പുലരുന്നതാണ്. ചിലരിലുള്ള അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കുന്നത് പ്രയോജനകരമായി ഭവിക്കുന്നതാണ്. ഗവേഷണ വിഷയത്തിൽ അഭിനന്ദിക്കപ്പെടും. ഗാർഹികമായി വളരെയധികം തൃപ്തി നൽകുന്ന വാരമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച ഒരു രീതിയിലുമുള്ള കാര്യങ്ങൾ തുടങ്ങുവാൻ അനുകൂലമായ വാരമല്ല. എന്നാൽ സ്ഥിതി പിന്നീട് അനുകൂലമായി വരും. മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന വാരമാണ്. എന്നാൽ പഴമയെ നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഈ ആഴ്ച തള്ളിപ്പറയുവാൻ കഴിയില്ല. ആദർശം ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യങ്ങൾ വന്നുചേരും. ഒപ്പമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നതാണ്. മനക്ലേശത്തിന് കാരണങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്ന വാരമാണ്. വാരാദ്യം അഷ്ടമരാശിക്കൂർ വരികയാൽ ഇടപാടുകളിൽ വളരെയധികം കരുതൽ വേണം. ബുധൻ തൊട്ട് അനുകൂലമായ ഫലങ്ങളാണ്. അംഗീകാരവും പ്രശംസയും ഈ ആഴ്ച നിങ്ങളെ തേടി വരുന്ന വാരമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. സ്വതസിദ്ധമായ നിങ്ങളുടെ പ്രവർത്തന ശൈലി പിന്തുടരുവാൻ കഴിയും. മാറ്റത്തിന് മനസ്സ് ഈ ആഴ്ച തയ്യാറാകില്ല. കർമ്മ മേഖലയിൽ വളരെയധികം ഗുണങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ്. കരാറുകളിൽ ഒപ്പിടുമ്പോൾ വ്യവസ്ഥകളെല്ലാം തന്നെ മനസ്സിലാക്കുവാൻ മറന്നു പോകരുത്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ കുടുംബത്തിൻ്റെ എതിർപ്പുകൾ കുറഞ്ഞു വരുന്നത് സന്തോഷകരമായി ഭവിക്കുന്നതാണ്. നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിലേക്കുള്ള യാത്രയുണ്ടാകും.
ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ശുഭത്വം വളരെയധികം കുറയുന്ന വാരമാണ്. നവസംരംഭങ്ങൾ ഒഴിവാക്കുന്നത് ഗുണകരമായി ഭവിക്കും. മറ്റു ദിവസങ്ങളിൽ കാര്യങ്ങളെല്ലാം തന്നെ ഒരുവിധം വരുതിയിൽ വരുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഊഹിച്ചതുപോലെയാകും മിക്ക കാര്യങ്ങളും ഈ ആഴ്ച വന്നു ചേരുക. കൂടുതൽ ഊർജം ചെലവഴിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ഈ ആഴ്ച കൈവരുന്നതാണ്. ചെയ്തു പോരുന്ന തൊഴിലിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കും. എന്നാൽ കൂടുതൽ ധനം ഉപയോഗിക്കുന്നത് യാതൊരു രീതിയിലും ഗുണകരമായി ഭവിക്കില്ല. ഒഴിഞ്ഞു കിടക്കുന്ന കടമുറിക്ക് പുതിയ വാടകക്കാരെ കിട്ടുന്നതാണ്. നിങ്ങളുടെ പൊതുപ്രവർത്തനം വിശ്രമമില്ലാതെ തുടരുന്ന വാരമാണ്. മകൻ്റെ ജോലിക്കാര്യത്തിലെ അനിശ്ചിതത്വം നീങ്ങിക്കിട്ടും. അവധിക്കാലത്ത് സുഹൃത്തുക്കളുമൊത്ത് തീർത്ഥാടനത്തിലുള്ള യാത്ര ആസൂത്രണം ചെയ്യുവാൻ കഴിയുന്നതാണ്. കുടുംബ പ്രശ്നങ്ങളിലെ ഉത്തരം ദുരൂഹമായി തുടരുന്ന വാരം കൂടിയാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ പുതിയ കാര്യങ്ങളിൽ ഈ ആഴ്ച മുഴുകുവാൻ കഴിയും. ഒപ്പമുള്ളവരിൽ നിന്നും പ്രതീക്ഷിച്ച സഹകരണം ലഭിക്കുന്നതാണ്. സ്വന്തം കർമ്മരംഗത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കുവാൻ യത്നിക്കേണ്ടി വരും. ഭോഗസുഖമുണ്ടാകും. പുതുതലമുറയുടെ ശാഠ്യങ്ങളിൽ അല്പം വിഷമിപ്പിക്കുന്നതാണ്. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ വളരെയധികം കരുതൽ പുലർത്തണം. ഉന്നതരുമായി പരിചയപ്പെടുവാൻ കഴിയും. കഴിവുകൾ കൂടുതലായി ഉപയോഗപ്പെടുത്തുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുന്നതാണ്. ഔഷധ സേവയാൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെയധികം ആശ്വാസം പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിക്ഷിപ്തമായ ചില ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയും. നിങ്ങളുടെ പദവിയിൽ കയറ്റം പ്രതീക്ഷിക്കുമെങ്കിലും അതുണ്ടാകില്ല. ബിസിനസ്സുകാർക്ക് വളരെയധികം നേട്ടങ്ങൾ ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഏജൻസികൾ നടത്തുന്നവർക്ക് അധികം സാധനങ്ങൾ വാങ്ങിക്കൂട്ടാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കുവാൻ കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശം നൽകും. ഗതാഗത നിയമങ്ങൾ തെറ്റാതിരിക്കുവാൻ വളരെയധികം ജാഗ്രത വേണം. വാരം മധ്യത്തിൽ സുഖക്കുറവുണ്ടാവുന്ന വാരമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. വ്യാപാരം, വിപണനം തുടങ്ങിയ മേഖലകളിൽ വ്യക്തിമുദ്ര തുടരപ്പെടുന്നതാണ്. കരുതിയ വളർച്ച ഈ ആഴ്ച പ്രതീക്ഷിക്കാം. ഉദ്യോഗസ്ഥർക്ക് തൊഴിലിടത്തിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. കൂടുതൽ ചുമതലകൾ നിർവഹിക്കുന്നത് വെല്ലുവിളിയായി ഭവിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് കലാമത്സരങ്ങളിൽ നല്ല വിജയം ഉറപ്പാണ്. സുഹൃത്തുക്കൾക്ക് ഉപദേശം നൽകുവാൻ കഴിയും. കുടുംബ അഭിവൃദ്ധിക്കായി പൂജകൾ ഏർപ്പാടാക്കും. മക്കളുടെ കാര്യത്തിൽ അനാവശ്യമായി ഉണ്ടായിരുന്ന എല്ലാവിധ ആദികളും ഒഴിവാക്കണം. ആഡംബര ചെലവുകൾ ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. അധികാരമുള്ള പദവികളിൽ ശോഭിക്കുവാൻ കഴിയും. പൊതുപ്രവർത്തകരായ ആളുകൾക്ക് ചോദ്യശരങ്ങളെ നേരിടേണ്ടി വരുന്ന വാരമാണ്. പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഒപ്പമുള്ളവരുടെ അഭിപ്രായം ആരായുന്നത് വളരെയധികം ഉചിതമാണ്. വരുമാന മാർഗമില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ചെറിയ തോതിലുള്ള അവസരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. ഭൂമി കച്ചവടത്തിൽ ചില തടസ്സങ്ങൾ വന്നു ചേരും. കുടുംബകാര്യങ്ങൾക്ക് സമയം നീക്കിവെക്കാത്തത് അലോസരങ്ങൾക്ക് കാരണമാകും. രോഗി പരിചരണത്തിൽ വളരെയധികം ശ്രദ്ധ വേണം. എത്ര ശ്രമിച്ചാലും ആർഭാടങ്ങൾ ഒഴിവാക്കാൻ ഈ ആഴ്ച കഴിയാതെ വരുന്ന വാരമാണ്. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ശനിക്ക് വക്രഗതി അവസാനിക്കുന്നതിനാൽ പ്രവർത്തനങ്ങളിൽ ലക്ഷ്യമുണ്ടാകുന്ന വാരമാണ്. മുടങ്ങിയ കാര്യങ്ങൾ വീണ്ടും പൊടിതട്ടി എടുക്കുവാൻ കഴിയും. വിരമിച്ച ആളുകൾക്ക് കഴിവിനൊത്ത ജോലി ലഭിക്കുന്നതാണ്. ഉദ്യോഗ തലത്തിൽ സമ്മർദ്ദം കുറയും. മേലധികാരി മാറാനോ പുതിയ ലാവണം ലഭിക്കുവാനോ ഇടയുണ്ട്. സമൂഹ പുരോഗതിക്കായി പ്രവർത്തിക്കുവാൻ തയ്യാറാകും. നിക്ഷേപങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. വാരാന്ത്യ ദിവസങ്ങളിൽ സാഹസ കർമ്മങ്ങൾ കഴിവതും ഒഴിവാക്കപ്പെടണം. പ്രണയിക്കുന്ന ആളുകൾക്ക് ഉറച്ച ഭാവി തീരുമാനം കൈക്കൊള്ളുവാനുള്ള ആത്മവിശ്വാസം ഈ ആഴ്ച വന്നെത്തുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യങ്ങളിൽ കരുതിയതിലും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുവാൻ ഈ ആഴ്ച കഴിയുന്നതാണ്. മേലധികാരികൾ നിങ്ങളെ പ്രശംസിക്കും. ബിസിനസ് യാത്രകളെല്ലാം തന്നെ വിജയിക്കുന്നതാണ്. വിൽപ്പന ഉദ്ദേശത്തോടു കൂടി ഭൂമി വാങ്ങുവാൻ തീരുമാനിക്കും. എന്നാൽ നിയമവശങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. സ്വന്തം കാര്യങ്ങൾ അവഗണിച്ച് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നത്
വളരെയധികം ദോഷഫലങ്ങൾ സമ്മാനിക്കും. വിദ്യാർത്ഥികൾക്ക് കലാ മത്സരങ്ങളിൽ വളരെയധികം നേട്ടമുണ്ടാകും. ജന്മനക്ഷത്രത്തിൽ ഇപ്പോൾ ചൊവ്വ സഞ്ചരിക്കുന്നു. നിങ്ങളുടെ ശാഠ്യവും ക്ഷോഭവും കൂടുവാൻ ഇടയുള്ള വാരമാണ്. ഇവ നിയന്ത്രിക്കുന്നത് ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. അധികാര സ്ഥാനങ്ങളിൽ ശോഭിക്കുവാൻ കഴിയും. കൃത്യമായ ആസൂത്രണം, ഏകോപനം എന്നിവ നടത്തുവാൻ കഴിയുന്നതാണ്. ഭിന്നപക്ഷങ്ങളെ യോജിപ്പിക്കുന്നതിൽ ചാതുര്യം പുലർത്തുവാൻ കഴിയും. വിപണന സ്പന്ദനം ഉൾക്കൊള്ളുവാൻ കഴിയുന്ന വാരമാണ്. മാറ്റം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കും. നാലാമിടത്ത് ചന്ദ്രശനി യോഗം വരികയാൽ വാരാദ്യം ഗ്രഹത്തിൽ മനസ്സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ചൊവ്വയും ബുധനും സന്താന വിഷയത്തിൽ ഉത്കണ്ഠകൾ സമ്മാനിക്കും. മറ്റു ദിവസങ്ങളിൽ ഭോഗസുഖം, സുഹൃത്ത് സമാഗമം, വിനോദയാത്രകൾക്കുള്ള അവസരം, ലഘുയാത്രകൾ ഇവ ഭവിക്കുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ കർമ്മ മേഖല വളരെയധികം പുഷ്ടിപ്പെടും. വ്യാപാര സംരംഭങ്ങൾ ഇവയിൽ നിന്നും വളരെയധികം ധനാഗമം പ്രതീക്ഷിക്കാവുന്ന വാരമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞ ചുമതലകൾ ലഭിക്കും. അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് സ്വീകാര്യത ഭവിക്കുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ ഭേദപ്പെട്ട സ്ഥിതി സംജാതമാകും. ചന്ദ്രശനിയോഗം വരികയാൽ വാരാദ്യം ദേഹമന ക്ലേശങ്ങൾ വന്നു ചേരാം. തുടർ ദിവസങ്ങളിൽ മക്കളെ ചൊല്ലി അഭിമാനം, ആവശ്യത്തിനുള്ള വിശ്രമം, ദാമ്പത്തിക സൗഖ്യം ഇവ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. ഗാർഹികവും കർമ്മപരവുമായ സമ്മർദ്ദങ്ങൾ എരിപൊരിക്കൊള്ളിക്കും. എന്താണ് ചെയ്യുവാനുള്ളതെന്ന് ആശയക്കുഴപ്പം ഉണ്ടാകുന്ന വാരമാണ്. എന്നാൽ അപ്പോഴും ചില വഴിവിളക്കുകളും നിഴലും തണലുമൊക്കെ ആശ്വാസത്തിനുണ്ടാകുന്ന വാരമാണ്. ഒറ്റപ്പെടൽ ഒഴിവാക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. അപ്രസക്ത കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. ധനപരമായി വളരെയധികം നിങ്ങൾക്ക് ഈ ആഴ്ച ആശ്വസിക്കുവാൻ കഴിയും. പുതിയ തലമുറയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ അരുളുന്നതാണ്. കുടുംബ ബന്ധങ്ങളെ ദൃഢമാക്കുവാനുള്ള വിവേകമുണ്ടാകും. കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റം വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് ഈ ആഴ്ച നല്ല ഫലം കിട്ടും. ന്യായമായ ആഗ്രഹങ്ങളെല്ലാം തന്നെ നേടുവാൻ കഴിയും. അവസരത്തിനൊത്ത് ഉയരുവാൻ കഴിയുന്നതാണ്. ചിട്ടി, നറുക്കെടുപ്പ് മുതലായവയിലൂടെ ധനലാഭമുണ്ടാകും. ബന്ധുകലഹങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് ഉത്തമം. നിങ്ങളുടെ മകൻ്റെ കലാപ്രവർത്തനത്തിന് വേണ്ട അവസരമൊരുങ്ങുന്നതാണ്. രാഷ്ട്രീയ നിലപാടുകൾക്ക് വിയോജിപ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ഉപാസനാദികൾക്ക് മുടക്കമുണ്ടാകില്ല. ആഴ്ചയുടെ തുടക്കവും ഒടുക്കവും കൂടുതൽ സമാധാനപ്രദമാണ്. വാരമധ്യത്തിൽ മനക്ലേശങ്ങൾ അനുഭവപ്പെടുവാൻ ഇടയുള്ള വാരമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾ സമർപ്പിച്ച പ്രൊജക്റ്റുകൾക്ക് തിരുത്തലുകളോടെ അംഗീകാരം കൈവരും. വായ്പകൾക്ക് അപേക്ഷ നൽകും. ഇടയ്ക്കിടെ അനുഭവപ്പെടുന്ന ആലസ്യത്തെ സ്വയം ശാസിക്കേണ്ടി വരുന്ന സന്ദർഭമാണ്. സുഹൃത്തുക്കൾക്ക് മാനസിക പിന്തുണ നൽകുവാൻ കഴിയും. ഉൽപ്പന്നത്തിന് ഗുണനിലവാരം ഉയർത്തുവാൻ കൂടുതൽ സാങ്കേതിക വഴികൾ, അതുമല്ലെങ്കിൽ വിദഗ്ധ ഉപദേശം തേടുന്ന വാരമാണ്. യാത്രകൾ കൊണ്ട് വളരെയധികം ഗുണമുണ്ടാകും. ദൈവിക സമർപ്പണങ്ങൾക്ക് മുടക്കം വരുന്ന വാരമല്ല. പ്രണയിക്കുന്ന ആളുകൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാകും. സഹോദരങ്ങൾ പിന്തുണ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഈ ആഴ്ച പ്രതീക്ഷിക്കാം. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. പതറി നിന്ന ആളുകൾക്ക് പതർച്ച അകലുകയും വീണ്ടും ആത്മവിശ്വാസം ഭവിക്കുകയും ചെയ്യും. മത്സരങ്ങളിൽ വിജയപ്രതീക്ഷ വളരെയധികം വർദ്ധിക്കുന്നതാണ്. വിയോജിപ്പുകളെല്ലാം തന്നെ പറഞ്ഞു തീർക്കുവാൻ കഴിയും. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. അയൽ തർക്കങ്ങളിൽ രമ്യമായിട്ടുള്ള പോംവഴി കിട്ടുന്നതാണ്. സംരംഭത്തിന് സർക്കാരിൽ നിന്നുള്ള അനുമതിക്ക് വളരെയധികം തടസ്സങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥരുടെ കാര്യപ്രാപ്തി മേലധികാരികൾ തിരിച്ചറിയുന്ന വാരമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അവസരോചിതമായ തീരുമാനങ്ങൾ കുടുംബകാര്യങ്ങളിൽ വളരെയധികം ആശ്വാസമായി ഭവിക്കുന്ന വാരം കൂടിയാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. ജന്മനക്ഷത്രത്തിൽ നിന്നും രാഹു മാറുന്നത് വളരെയധികം ആശ്വാസമാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ശനിചന്ദ്രയോഗം വരുന്നത് മനഃശക്തിയെ ദുർബലമാക്കും. നുണ പറയേണ്ട സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. ധനം കൈവശമെത്തുവാൻ വൈകുന്ന സ്ഥിതി വന്നു ചേരും. മറ്റു ദിവസങ്ങളിൽ ഏകാഗ്രതയോടെ കർമ്മരംഗത്ത് മുഴുകുവാൻ കഴിയും.
കാര്യാലോചനകളിൽ സജീവമായി ഇടപെടുന്നതാണ്. ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങളെല്ലാം തന്നെ ക്ലേശിച്ചാണെങ്കിലും പൂർത്തീകരിക്കുവാൻ ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. പഴയ കാര്യങ്ങളുമായി പുതിയ കാര്യങ്ങളെ ഓമിക്കുന്ന കാര്യത്തിൽ വളരെയധികം താല്പര്യമേറുന്നതിനാൽ ഒപ്പമുള്ളവരുടെ പരിഹാസത്തിന് പാത്രമാകും. വാരാദ്യം ദേഹസൗഖ്യം കുറയുവാൻ ഇടയുണ്ട്. ക്ഷേത്രദർശനം, സമർപ്പണം എന്നിവ ശ്രമിക്കുന്ന പക്ഷം നടന്നു കിട്ടുന്നതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ കർമ്മരംഗത്ത് വളരെയധികം തിരക്ക് വർദ്ധിക്കും. ദിനചര്യകളുടെ സമയക്രമം തെറ്റുന്നതാണ്. വിവാദങ്ങളിൽ നിന്നും കഴിയുന്നതും ഒഴിയുന്നതാണ് ബുദ്ധി. മറ്റു ദിവസങ്ങളിൽ ന്യായമായ കാര്യങ്ങൾ സംഭവിക്കും. അർഹത ആദരിക്കപ്പെടുന്നതാണ്. ഗൃഹത്തിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുവാനും ഈ ആഴ്ച നിങ്ങൾക്ക് സാധിക്കുന്ന വാരമാണ്. അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. മാനസികമായി പിരിമുറുക്കം വർദ്ധിക്കുമെങ്കിലും നിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച പ്രധാന ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ കഴിയുന്നതാണ്. കുടുംബാംഗങ്ങളുടെ അഭിപ്രായം ചെവിക്കൊള്ളുവാൻ തയ്യാറാകും. ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കും. സമയക്രമം കൂടുകയും ചെയ്യുന്നതാണ്. സ്വന്തം സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്ക് വിപണിയിൽ വ്യക്തമായ സാന്നിധ്യം അറിയിക്കുവാൻ കഴിയുന്നതാണ്. രോഗികൾക്ക് തുടർ ചികിത്സ അനിവാര്യമായി വരും. കൈ വായ്പകൾ മടക്കി കൊടുക്കുവാൻ കഴിയുന്നതാണ്. വാഗ്ദാന ലംഘനം നടത്തുന്ന ആളുകളോട് മുഷിയേണ്ടി വരുന്ന വാരമാണ്. വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ശോഭിക്കുവാനുള്ള അവസരം വന്നു ചേരും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.